പരമാവധി ശാസ്ത്രീയ തെളിവുകൾ സ്വീകരിക്കുക ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തുടർ കസ്റ്റഡി വേണ്ടെന്ന് നിലപാടിൽ SIT. അപ്പം മൂന്നാമത്തെ ബലാത്സംഗ കേസും ഊമ്പി. ഇനി DYFI പൊതിച്ചോറിന് ആക്കെ കൊടുക്കും. എൻ്റെ പൊന്നോ, ഒരു തെളിവും ഇല്ലാതെയാണ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥ പൂങ്കഴലി മേഡം ഫ്ലാറ്റ് വളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത്. സംഭവം വേറെ ഒന്നുമല്ല. ഈ അതിജീവിതം എന്ന് പറഞ്ഞ സ്ത്രീ ഫ്ലാറ്റ് എടുത്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നു, എന്നെ ഒന്ന് പീഡിപ്പിക്കണമെന്ന്. രാഹുൽ മാങ്കൂട്ടം ഓടി വന്ന് പീഡിപ്പിച്ച്. ഒരു തവണയല്ല 3-4 പ്രാവശ്യം പീഡിപ്പിച്ചപ്പം അതിജീവിതയ്ക്ക് മനസ്സിലായി ഇത് നല്ല സുഖമുള്ള ഏർപ്പാടാണെന്ന്. ഈ പീഡനം ഇഷ്ടപ്പെട്ടപ്പം അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തിന് ഐഫോണ്, വാച്ച്, ചെരുപ്പ്, പിന്നെ വിലയേറിയ കുറേ സമ്മാനം കൊടുത്തിട്ട് നേരെ പിന്നെ തിരിച്ചങ്ങ് പോകുന്നു. ഇത് കുറച്ച് കഴിഞ്ഞപ്പം ഇവിടെ രാഹുൽ മാങ്കൂട്ടം MLA ആവുന്നു. അപ്പം ഈ അതിജീവിതയും പ്രഗ്നൻ്റായി ഈ ഭ്രൂണം ഉപ്പുരണിയിൽ വെച്ച് സൂക്ഷിച്ച് ഉടനെ ഇമെയിൽ മുഖ്യമന്ത്രിക്ക്, സാർ എന്നെ രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു. ഉടനെ ഇവിടെ പൂങ്കല്ലി മേഡം വന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. എന്തൊരു സഖാവേ ഇത്! ഇത് വേറെ ഒന്നുമല്ല, ഇത് മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക. പിണറായി വിജയൻ സാർ എന്ത് പറഞ്ഞാലും അതിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരേ ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ, രാഹുൽ മാങ്കൂട്ടം. അന്നു മുതലേ പിണറായി സർക്കാരിനും കമ്മ്യൂണിസ്റ്റിനും എപ്പോഴും ഒരു തലവേദനയും ഒരു കണ്ണിലെ കരടായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അവസരം കിട്ടിയപ്പോൾ തകർക്കുക തന്നെ ചെയ്തു. പെണ്ണ് കേസ് അതാണിപ്പം CPMൻ്റെ ആയുധം. പിന്നെ നമ്മളെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനെ തകർത്തതുപോലെ. ഇപ്പം എനിക്ക് സങ്കടം അതല്ല, ഈ ഉപ്പുപരണിയിൽ വെച്ച ഭ്രൂണം ഇനി എന്തിനു ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. കോഴിക്കുഞ്ഞിനെ കട വയ്ക്കില്ലേ, മുട്ടയുടെ ഇടയിൽ കൂടെ വെച്ചാൽ മതി. അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ഇതങ്ങ് വിരിയുമ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖമാണെങ്കിൽ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാം. എങ്ങനെ ഉണ്ട് എൻ്റെ ഐഡിയ?